JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്സിന്റെ മുഴുവൻ മാർക്കും നേടാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NDPS നിയമപ്രകാരം ചെറിയ അളവ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്മോൾ ക്വാണ്ടിറ്റി. അതായത് NDPS പ്രകാരം ചെറിയ അളവ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. NDPS നിയമപ്രകാരം ചെറിയ അളവ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ശിക്ഷ കുറയ്ക്കുന്നതിനുള്ള അളവ്. ശിക്ഷ കുറയ്ക്കുന്നതിനുള്ള അളവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്? NDPS നിയമപ്രകാരം കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ചേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഗുരുതരമായ കുറ്റകൃത്യമാണ് NDPS നിയമപ്രകാരം കഞ്ചാവ് കൈവശം വയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം വാണിജ്യപരമായ അളവ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വയ്ക്കുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമാകും? NDPS നിയമപ്രകാരം വാണിജ്യപരമായ അളവ് കൈവശം വയ്ക്കുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമാകും? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ദീർഘകാല തടവ്. ദീർഘകാല തടവിന് കാരണമാകും. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമം നടപ്പിലാക്കാനുള്ള പ്രധാന അധികാരം ആർക്കാണ്? NDPS നിയമം നടപ്പിലാക്കാനുള്ള പ്രധാന അധികാരം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഇവർക്ക് എല്ലാവർക്കും, പോലീസിന്, എക്സൈസ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഇവർക്ക് എല്ലാവർക്കും ഈ അധികാരം ഉണ്ട്. NDPS നിയമം നടപ്പിലാക്കുന്നതിനുള്ള അധികാരം പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എല്ലാവർക്കും അധികാരമുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അനധികൃതമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്? NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അനധികൃതമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഗുരുതരമായ കുറ്റകൃത്യമാണ്. NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അനധികൃതമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അനധികൃതമായി കടത്തുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമാകും? NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അനധികൃതമായി കടത്തുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമാകും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ദീർഘകാല തടവിന് കാരണമാകും. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആര് നൽകുന്നു? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആര് നൽകുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് സർക്കാർ, NGO-കള്, ആരോഗ്യവകുപ്പ്, ഇവരെല്ലാവരും നൽകുന്നു. അതാണ് NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരും NGO-കളും ആരോഗ്യവകുപ്പും എല്ലാം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ ചികിത്സിക്കാൻ ആർക്കാണ് അധികാരം? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ ചികിത്സിക്കാൻ ആർക്കാണ് അധികാരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഡോക്ടർമാര്, സൈക്കോളജിസ്റ്റുകള്, പുനരധിവാസ കേന്ദ്രങ്ങൾ, ഇവർക്ക് എല്ലാവർക്കും അധികാരം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കാണ് നൽകാൻ കഴിയുന്നത്? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കാണ് നൽകാൻ കഴിയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. പോലീസ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, കോടതി, ഇവയെല്ലാം നൽകാൻ കഴിയുന്നതാണ്. അപ്പോൾ NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകാം, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകാം, കോടതിക്ക് നൽകാം. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ ആര് നടത്തുന്നു? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ ആര് നടത്തുന്നു?
ഓപ്ഷൻ ഡി ആണല്ലേ. ഇവയെല്ലാവരും, അതായത് സർക്കാർ നടത്തുന്നുണ്ട്, NGO-കൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് നൽകുന്നത് ആരാണ്? NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് നൽകുന്നത് ആരാണ്? ആരാണ് ലൈസൻസ് നൽകുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് നൽകുന്നത്. ലൈസൻസ് നൽകുന്ന ആരാണ്? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, NCB. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ കൃഷി ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ കൃഷി ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്? ആർക്കെങ്കിലും അറിയാവോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ ആര് സ്ഥാപിക്കുന്നു? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ ആരാണ് സ്ഥാപിക്കുന്നത്? സർക്കാർ, NGO-കൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവയെല്ലാം സ്ഥാപിക്കുന്നുണ്ട്. അതായത് സർക്കാർ, NGO-കൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവരെല്ലാവരും ഈ NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ സർക്കാരും NGO-കളും സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാം തന്നെ സ്ഥാപിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കാണ് രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നത്? NDPS നിയമപ്രകാരം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കാണ് രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആരാണ്? ഇവയെല്ലാം, അതായത് ഡോക്ടർമാര്, സൈക്കോളജിസ്റ്റുകള്, പുനരധിവാസ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ, ഇവരാണ് രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ ആര് നൽകുന്നു? NDPS നിയമപ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരാണ് നൽകുന്നത്? സർക്കാരുകൾ നൽകുന്നുണ്ട്, NGO-കൾ നൽകുന്നുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. ഇവയെല്ലാം നൽകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. 1077-ലെ ഒന്നാം അബ്കാരി നിയമം എന്തിനെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? 1077-ലെ ഒന്നാം അബ്കാരി നിയമം എന്തിനെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? ആർക്കാണ് അറിയാവുന്നത്? 1077-ലെ ഒന്നാം അബ്കാരി നിയമം എന്തിനെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? എന്താണ്? മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സംഭരണം. അപ്പോൾ 1077-ലെ ഒന്നാം അബ്കാരി നിയമം മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സംഭരണം എന്നിവയെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 1077-ലെ ഒന്നാം അബ്കാരി നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1077-ലെ ഒന്നാം അബ്കാരി നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? ആർക്കെങ്കിലും അറിയോ? ഏത് വർഷമാണ്? 1902-ലാണ് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ അബ്കാരി നിയമം നടപ്പിലാക്കുന്നത് ഏത് വകുപ്പാണ്? കേരളത്തില് അബ്കാരി നിയമം നടപ്പിലാക്കുന്നത് ഏത് വകുപ്പാണ്? ആർക്കൊക്കെ അറിയാം കേരളത്തിൽ അബ്കാരി നിയമം നടപ്പിലാക്കുന്ന ഏത് വകുപ്പാണ് എന്ന്? എക്സൈസ് വകുപ്പാണ് അല്ലെ. കേരളത്തിൽ അബ്കാരി നിയമം നടപ്പിലാക്കുന്നത് എക്സൈസ് വകുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1077-ലെ ഒന്നാം അബ്കാരി നിയമപ്രകാരം മദ്യത്തിന്റെ അനധികൃത വിൽപ്പനയും കടത്തും തടയുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? 1077-ലെ ഒന്നാം അബ്കാരി നിയമപ്രകാരം മദ്യത്തിന്റെ അനധികൃത വിൽപ്പനയും കടത്തും തടയുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പോലീസ്, എക്സൈസ്, കോടതി ഇവയെല്ലാം ഉത്തരവാദിത്വം ഉള്ളവരാണ്. 1077-ലെ ഒന്നാം അബ്കാരി നിയമപ്രകാരം മദ്യത്തിന്റെ അനധികൃത വിൽപ്പനയും കടത്തും തടയുന്നതിനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്, എക്സൈസിനുണ്ട്, കോടതിക്കുണ്ട്. കേരളത്തിലെ മദ്യം വിൽക്കുന്നതിനുള്ള ലൈസൻസ് നൽകുന്നത് ആരാണ്? കേരളത്തില് മദ്യം വിൽക്കുന്നതിനുള്ള ലൈസൻസ് നൽകുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എക്സൈസ് കമ്മീഷണർ ആണ് അല്ലെ. കേരളത്തിലെ മദ്യം വിൽക്കുന്നതിനുള്ള ലൈസൻസ് നൽകുന്ന ആരാണ്? എക്സൈസ് കമ്മീഷണർ. മദ്യപാനം പ്രധാനമായും ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു? മദ്യപാനം പ്രധാനമായും ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു? ആർക്കൊക്കെ അറിയാം? ഏതാണ് ശരി ഉത്തരം? ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു, കരൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നു, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കാരണമാകുന്നവയാണ് അല്ലെ. മദ്യപാനം പ്രധാനമായും ശ്വാസകോശ രോഗങ്ങള്, കരൾ രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നു. അപ്പോൾ ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
മദ്യപാനം ഏത് തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു? മദ്യപാനം ഏത് തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്? ഗാർഹിക പീഡനത്തിന് കാരണമാകുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, അപകടങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ മദ്യപാനം ഗാർഹിക പീഡനം, സാമ്പത്തിക പ്രശ്നങ്ങൾ, അപകടങ്ങൾ ഇവയ്ക്കെല്ലാം കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് എന്തിനാണ്? മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് എന്തിനാണ്? ആർക്കൊക്കെ അറിയാം അത്? എന്തിനാണ്? മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുക, മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക, മദ്യപാനത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നൽകുക. അപ്പോൾ മദ്യപാനത്തിനെതിരായ പ്രചാരണങ്ങളിൽ പ്രധാനമായി ഊന്നൽ നൽകുന്നത് മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുക, മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക, മദ്യപാനത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നൽകുക. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ ആരുടെ പങ്ക് പ്രധാനമാണ്? മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ ആരുടെ പങ്ക് പ്രധാനമാണ്? സർക്കാരിന്റെ പങ്ക് പ്രധാനമാണ്, ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക് പ്രധാനമാണ്, സാമൂഹ്യ പ്രവർത്തകരുടെ പങ്ക് പ്രധാനമാണ്. അപ്പോൾ ഇവയെല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ ഏത് തരത്തിലുള്ള മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്? മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ ഏത് തരത്തിലുള്ള മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? പോസ്റ്ററുകൾ ഉപയോഗിക്കുന്നു, ലഘുലേഖകൾ ഉപയോഗിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ മദ്യപാനത്തിനെതിരായ പ്രചരണങ്ങളിൽ പോസ്റ്ററുകൾ ഉപയോഗിക്കുന്നു, ലഘുലേഖകൾ ഉപയോഗിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവയെല്ലാം ശരി ഉത്തരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? COTPA നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? 2003 അല്ലേ? COTPA നിയമം നിലവിൽ വന്നത് 2003. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമം എന്തിനെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? COTPA നിയമം എന്തിനെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? ആർക്കൊക്കെ അറിയാം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം, വ്യാപാരം, ഉൽപാദനം, വിതരണം എന്നിവയുടെ നിയന്ത്രണത്തെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. COTPA നിയമം പ്രധാനമായും പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം, വ്യാപാരം, ഉൽപാദനം, വിതരണം എന്നിവയുടെ നിയന്ത്രണത്തെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ഏത് തരത്തിലുള്ള കുറ്റമാണ്? COTPA നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്ന ഏത് തരത്തിലുള്ള കുറ്റമാണ്? ആർക്കൊക്കെ അറിയാം? ഏതാണ്? ചെറിയ പിഴ മാത്രമാണ് അല്ലെ. COTPA നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ചെറിയ പിഴ മാത്രം നൽകുന്ന കുറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ് നിർബന്ധമാക്കിയത്? COTPA നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ് നിർബന്ധമാക്കിയത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ചിത്രങ്ങളോട് കൂടിയ ആരോഗ്യപരമായ മുന്നറിയിപ്പ്. ചിത്രങ്ങളോട് കൂടിയ ആരോഗ്യപരമായ മുന്നറിയിപ്പാണ് നിർബന്ധമാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര ദൂരപരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല? COTPA നിയമപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര ദൂരപരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 100 മീറ്റർ ദൂരപരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമം നടപ്പിലാക്കാനുള്ള പ്രധാന ഉത്തരവാദിത്തം ആർക്കാണ്? COTPA നിയമം നടപ്പിലാക്കാനുള്ള പ്രധാന ഉത്തരവാദിത്തം ആർക്കാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കാണ്? കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവയെല്ലാം ശരിയായ ഉത്തരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം ഏത് മാധ്യമത്തിലൂടെയാണ് അനുവദനീയമല്ലാത്തത്? COTPA നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം ഏത് മാധ്യമങ്ങളിലൂടെയാണ് അനുവദനീയമല്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പത്രങ്ങള്, ടെലിവിഷൻ, റേഡിയോ എന്നിവയിലൂടെ അനുവദനീയം അല്ലാത്തത്. അപ്പോൾ ഇവയെല്ലാം ശരി ഉത്തരമാണ്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി താഴെ പറയുന്നവയിൽ ഏതിന്മേലാണ് ചുമത്തുന്നത്?
എക്സൈസ് ഡ്യൂട്ടി താഴെ പറയുന്നവയിൽ ഏതിന്മേലാണ് ചുമത്തുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതിന്മേലാണ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. രാജ്യത്തിനകത്ത് നിർമ്മിക്കുന്നതും ഉപഭോഗം ചെയ്യുന്നതുമായ സാധനങ്ങൾ, അതിനാണ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നത്. എക്സൈസ് ഡ്യൂട്ടി എന്നത് രാജ്യത്തിനകത്ത് നിർമ്മിക്കുന്നതും അവിടെ തന്നെ ഉപഭോഗം ചെയ്യുന്നതുമായ ചില പ്രത്യേക സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ഒരു പരോക്ഷ നികുതിയാണ് എന്ത്? എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിസ്റ്റിലറികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ഡിസ്റ്റിലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, മദ്യം നിർമ്മിക്കുന്ന സ്ഥലം. ഡിസ്റ്റിലറികൾ പ്രധാനമായും മദ്യം വാറ്റിയെടുത്ത് നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ് എന്ത്? ഡിസ്റ്റിലറികൾ. അപ്പോൾ ഡിസ്റ്റിലറികൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യം നിർമ്മിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. വെയർഹൗസുകളുടെ പ്രധാന ധർമ്മം എന്താണ്? വെയർഹൗസുകളുടെ പ്രധാന ധർമ്മം എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് വെയർഹൗസുകളുടെ പ്രധാന ധർമ്മം? എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ, ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന സ്ഥലം. വെയർഹൗസുകൾ വിവിധ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് മദ്യം പോലുള്ളവ സംഭരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. എന്താണ്? വെയർഹൗസുകൾ അല്ലേ. വെയർഹൗസുകൾ വിവിധ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് മദ്യം പോലുള്ളവ സംഭരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന സ്ഥലം. ഉത്തരം സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറികളുടെയും വെയർഹൗസുകളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഡിസ്റ്റിലറികളുടെയും വെയർഹൗസുകളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സംസ്ഥാന എക്സൈസ് വകുപ്പ്. ഡിസ്റ്റിലറികളുടെയും വെയർഹൗസുകളുടെയും പ്രവർത്തനം അതാത് സംസ്ഥാനങ്ങളിലെ എക്സൈസ് നിയമങ്ങൾ അനുസരിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ സംസ്ഥാന എക്സൈസ് വകുപ്പ് എന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറി അല്ലെങ്കിൽ വെയർഹൗസ് ആരംഭിക്കാൻ ആവശ്യമായ പ്രധാന കാര്യം എന്താണ്? ഡിസ്റ്റിലറി അല്ലെങ്കിൽ വെയർഹൗസ് ആരംഭിക്കാൻ ആവശ്യമായ പ്രധാന കാര്യം എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് കണ്ടുപിടിച്ചേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ, ലൈസൻസ്. ഏതൊരു ഡിസ്റ്റിലറിയും വെയർഹൗസും ആരംഭിക്കുന്നതിന് മുമ്പായി ബന്ധപ്പെട്ട സംസ്ഥാന എക്സൈസ് വകുപ്പിൽ നിന്ന് ലൈസൻസ് നേടേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ലൈസൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറികളിൽ പാലിക്കേണ്ട പ്രധാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡിസ്റ്റിലറികളിൽ പാലിക്കേണ്ട പ്രധാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒന്ന് താഴെ പറയുന്നുണ്ട്. അതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, മതിയായ അഗ്നിശമന സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കണം. മതിയായ അഗ്നിശമന സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കണം. ഡിസ്റ്റിലറികളിൽ തീ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അല്ലേ. അതിനാൽ മതിയായ അഗ്നിശമന സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും അവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പ്രധാനമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വെയർഹൗസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മദ്യത്തിന്റെ കണക്കുകൾ ആര് സൂക്ഷിക്കണം? ഈ വെയർഹൗസുകളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മദ്യത്തിന്റെ കണക്കുകൾ അത് ആരാണ് സൂക്ഷിക്കേണ്ടത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന്? ഓപ്ഷൻ ബി ആണല്ലേ, എക്സൈസ് ഉദ്യോഗസ്ഥനാണല്ലേ. വെയർഹൗസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മദ്യത്തിന്റെ അളവ്, വരവ്, ചിലവ് എന്നിവയുടെ കൃത്യമായ കണക്കുകൾ എക്സൈസ് വകുപ്പ് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം. ഇത് നികുതി വെട്ടിപ്പ് തടയുന്നതിന് സഹായിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ.
ഡിസ്റ്റിലറിയിൽ നിന്ന് വെയർഹൗസിലേക്ക് മദ്യം കൊണ്ടുപോകുമ്പോൾ എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? ഡിസ്റ്റിലറികളിൽ നിന്ന് വെയർഹൗസിലേക്ക് മദ്യം കൊണ്ടുപോകുമ്പോൾ എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. മതിയായ രേഖകളും സുരക്ഷയും ഉണ്ടായിരിക്കണം. മതിയായ രേഖകളും സുരക്ഷയും ഉണ്ടായിരിക്കണം. ഡിസ്റ്റിലറിയിൽ നിന്ന് വെയർഹൗസിലേക്ക് മദ്യം കൊണ്ടുപോകുമ്പോൾ അതിന് മതിയായ രേഖകൾ, അതായത് പെർമിറ്റ്, ഇൻവോയ്സ് തുടങ്ങിയവ ഉണ്ടായിരിക്കണം. കൂടാതെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ബോണ്ടഡ് വെയർഹൗസ് എന്നാൽ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ബോണ്ടഡ് വെയർഹൗസ് എന്ന്? അത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. നികുതി അടയ്ക്കാത്ത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന വെയർഹൗസ്, അതാണ് ബോണ്ടഡ് വെയർഹൗസ്. ബോണ്ടഡ് വെയർഹൗസുകളിൽ നികുതി അടയ്ക്കാത്ത ഉൽപ്പന്നങ്ങളാണ് സൂക്ഷിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ വെയർഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നികുതി അടച്ചാൽ മതിയാകും. അപ്പോൾ ബോണ്ടഡ് വെയർഹൗസ് എന്നാൽ എന്താണ്? നികുതി അടയ്ക്കാത്ത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന വെയർഹൗസ് ആണ് ഈ ബോണ്ടഡ് വെയർഹൗസ് എന്നാൽ. അപ്പോൾ ഈ ബോണ്ടഡ് വെയർഹൗസുകളിൽ നികുതി അടയ്ക്കാത്ത ഉൽപ്പന്നങ്ങളാണ് സാധാരണഗതിയിൽ സൂക്ഷിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ വെയർഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നികുതി അടച്ചാൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറി നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രധാന ശിക്ഷ എന്തായിരിക്കും? ആർക്കൊക്കെ അറിയാം ഈ ഡിസ്റ്റിലറി നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രധാന ശിക്ഷ എന്തായിരിക്കുമെന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ലൈസൻസ് റദ്ദാക്കും. ഡിസ്റ്റിലറി നിയമങ്ങൾ ഗുരുതരമായി ലംഘിച്ചാൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കിയേക്കും. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റിലറി നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന ശിക്ഷ എന്താണ്? ലൈസൻസ് റദ്ദാക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ പ്രധാന അനുമതികളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ പ്രധാന അനുമതികളിൽ ഒന്ന് താഴെ പറയുന്നുണ്ട്. ആ 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരമെന്ന് കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി. ഡിസ്റ്റിലറികളിൽ നിന്ന് ധാരാളം മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഒരു പ്രധാന ആവശ്യകതയാണ്. അപ്പോൾ ഒരു ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ പ്രധാന അനുമതികളിൽ ഒന്ന് ഏതാണ്? മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെയർഹൗസുകളിൽ മദ്യം സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വെയർഹൗസുകളിൽ മദ്യം സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിക്കുക. മദ്യത്തിന്റെ ഗുണമേന്മ നിലനിർത്താൻ അത് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാത്തതും അധികം ചൂടോ തണുപ്പോ ഇല്ലാത്തതുമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ ഈ വെയർഹൗസുകളിൽ മദ്യം സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിക്കുക എന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള. 57 അബ്കാരി നിയമത്തിലെ നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ്? 1077 അബ്കാരി നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരമെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് പറയുക. PSC പലതവണ ആവർത്തിച്ച ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? 1902 നിലവിൽ വന്നത്. 1077 എന്നത് മലയാള വർഷമാണ്. ഇത് ക്രിസ്തുവർഷം 1902 തുല്യമാണ്. ഈ നിയമം കൊച്ചി മഹാരാജാവ് 1902 ഓഗസ്റ്റ് 5 പാസ്സാക്കിയത്. അപ്പോൾ 1077 എന്നത് മലയാള വർഷമാണ്. അപ്പോൾ ക്രിസ്തുവർഷം എത്രയാണ്? 1902 തുല്യമാണ്. ഈ നിയമം കൊച്ചി മഹാരാജാവ് 1902 ഓഗസ്റ്റ് 5 പാസ്സാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിന് വിശദീകരണവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അബ്കാരി നിയമം 1077
ഏത് വകുപ്പിലാണ് മദ്യം എന്നതിനെ നിർവചിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ 4 ഓപ്ഷനകത്ത് ഏതാണ് അബ്കാരി നിയമം 1077 ഏത് വകുപ്പിലാണ് മദ്യം എന്നതിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സെക്ഷൻ 310. അബ്കാരി ആക്ട് സെക്ഷൻ 310 പ്രകാരം സ്പിരിറ്റ്, വൈൻ, ചാരായം, കള്ള്, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും മദ്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് അബ്കാരി നിയമം 1077 കള്ള എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് അബ്കാരി നിയമം 1077 കള്ള എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ തെങ്ങിൻ, പന, ഈന്തപ്പന തുടങ്ങിയ വൃക്ഷങ്ങളിൽ നിന്നുള്ള നീര്, അതാണ് കള്ള് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. അബ്കാരി നിയമം സെക്ഷൻ 3.8 പ്രകാരം തെങ്ങ്, പന, ഈന്തപ്പന അല്ലെങ്കിൽ മറ്റേതെങ്കിലും പനവർഗത്തിൽപ്പെട്ട മരങ്ങളിൽ നിന്ന് എടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ നീരാണ് കള്ള്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമം 1077 പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യം വിൽക്കുന്നത് ഡാഷ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അബ്കാരി നിയമം 1077 പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യം വിൽക്കുന്നത് ഡാഷ് ആണ്. എന്താണ്? ശിക്ഷാർഹമായ കുറ്റമാണ്. അബ്കാരി നിയമം സെക്ഷൻ 15 പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യമോ ലഹരി വസ്തുക്കളോ വിൽക്കുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സെക്ഷൻ 15B. അബ്കാരി നിയമം സെക്ഷൻ 15B പ്രകാരം 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുന്നത് കുറ്റകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നടത്തുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു? പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നടത്തുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സെക്ഷൻ 15C പ്രകാരം. അബ്കാരി നിയമം സെക്ഷൻ 15C പ്രകാരം പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നടത്തുന്നത് നിരോധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമം 1077 പ്രകാരം വ്യാജ ലേബലുകൾ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് ഡാഷ് ആണ്. അബ്കാരി നിയമം 1077 പ്രകാരം വ്യാജ ലേബലുകൾ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ശിക്ഷാർഹമായ കുറ്റമാണ്. അബ്കാരി നിയമം സെക്ഷൻ 12C പ്രകാരം വ്യാജമായതോ അനധികൃതമായതോ ആയ ലേബലുകൾ നിർമ്മിക്കുക, വിൽക്കുക, വാങ്ങുക, കൈവശം വയ്ക്കുക എന്നിവയെല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമം 1077 പ്രകാരം ഒരു വ്യക്തിക്ക് സർക്കാർ നിശ്ചയിച്ച അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് അതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ശിക്ഷാർഹമായ കുറ്റമാണ്. അബ്കാരി നിയമം സെക്ഷൻ 13 പ്രകാരം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ആർക്കൊക്കെ അറിയാം? സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. NDPS നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1985. NDPS നിയമം ഇന്ത്യൻ പാർലമെന്റ് 1985 പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആർക്കൊക്കെ അറിയാം NDPS നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന്? ആർക്കൊക്കെ അറിയാം? ഒരു ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ സി ആണല്ലേ. മയക്കുമരുന്നുകളുടെയും മാനസികോത്തേജക വസ്തുക്കളുടെയും ഉൽപാദനം, കൈവശം വയ്ക്കൽ, കടത്ത്, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുക. ഈ നിയമം മയക്കുമരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് മയക്കുമരുന്ന് നാർക്കോട്ടിക് ഡ്രഗിനെ നിർവചിക്കുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് മയക്കുമരുന്നിനെ നിർവചിക്കുന്നത്? ഓപ്ഷൻസ് 4 ഉണ്ടല്ലേ. ഏതാണ് സെക്ഷനെ സംബന്ധിച്ച് സെക്ഷൻ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ഉത്തരം? ഏതാ സെക്ഷൻ? സെക്ഷൻ 2(x)(I)(x)(4) 14 ആണല്ലേ. സെക്ഷൻ 14 2(14) അല്ലേ. 2(14). അപ്പോൾ സെക്ഷൻ 2(14) പ്രകാരം കറുപ്പ്, കഞ്ചാവ്, കൊക്ക, ഇലകൾ തുടങ്ങിയവയെ മയക്കുമരുന്നുകളായി നിർവചിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് മാനസികോത്തേജക വസ്തു സൈക്കോട്രിക് സബ്സ്റ്റൻസിനെ നിർവചിക്കുന്നത്? മാനസികോത്തേജക വസ്തുവിനെ നിർവചിക്കുന്ന NDPS നിയമത്തിലെ ഏത് വകുപ്പാണ്? സെക്ഷൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്ഷൻ 223 അല്ലെ. 223. സെക്ഷൻ 223 ആണ് കറക്റ്റ് ആൻസർ. ഈ വകുപ്പ് നിയമത്തിന്റെ പട്ടികയിൽ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ വസ്തുക്കളെ മാനസികോത്തേജക വസ്തുക്കളായി നിർവചിക്കുന്നു. ഈ വകുപ്പ് നിയമത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ വസ്തുക്കളെ മാനസികോത്തേജക വസ്തുക്കളായി നിർവചിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം കഞ്ചാവ് എന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? NDPS നിയമപ്രകാരം കഞ്ചാവ് എന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. കഞ്ചാവ് ചെടിയുടെ വിത്തുകൾ അതാണ് അതിൽ ഉൾപ്പെടാത്തത്. NDPS നിയമം കഞ്ചാവ് ചെടിയുടെ ഇലകള്, പൂങ്കുലകള്, കറ എന്നിവയെ മയക്കുമരുന്നായി കണക്കാക്കുന്നു. എന്നാൽ വിത്തുകളും വേരുകളും ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിലെ ഏത് വകുപ്പ് ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു? ആർക്കൊക്കെ അറിയാം ഏത് വകുപ്പാണെന്ന്? NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത്? ഏതാണ്? സെക്ഷൻ 20. സെക്ഷൻ 20 കഞ്ചാവ് കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചും സെക്ഷൻ 21 മറ്റു മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ശിക്ഷയെ കുറിച്ചും സെക്ഷൻ 22 മാനസികോത്തേജക വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചും പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.